ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 സീതാരാമ രാമ 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 സീതാരാമ രാമ രാമ. രാമ 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 ദൈവമേ. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ദൈവകൃപ എല്ലാം അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി രാമായണം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ഒന്നും കൂടെ കയറ്റി വായിച്ച് മനസ്സിലാകാത്ത മക്കളുണ്ടെങ്കിൽ ഒന്നുകൂടെ കാരണം ഇത് ആധ്യാത്മികമായി നമുക്ക് ധ്യാനിക്കാൻ നമ്മുടെ ദേഹം എന്താണെന്നും ദേഹത്തിലിരിക്കുന്ന ആത്മാവ് എന്താണെന്നും അത് വേറായി നിൽക്കുകയാണ്, ദേഹത്തോട് ചേർന്നതല്ല. അതായത് പരമാത്മാവും ജീവാത്മാവും ഏകമാണ്. പരമാത്മാവെന്നാണ് പറയുന്നത് പര്യായ പദങ്ങളാണ്. ജീവാത്മാവെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്, അതായത് അമ്പു, വാരി അല്ലെങ്കിൽ സൂര്യന്, ഭാസ്കരൻ, ദിനകരൻ, അർക്കൻ എന്നൊക്കെ സൂര്യന് പര്യായ പദങ്ങളുള്ളതുപോലെ പരമാത്മാവിൻ്റെ വേറൊരു നാമമാണ് ജീവാത്മാവ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ചേർത്ത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊന്നുകൂടെ ചേർത്ത് വായിക്കാം. അതായത് ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സ്, ചിത്തം ഇതെല്ലാം മൂലപ്രകൃതി എന്നറിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ദേഹം. ഇന്ദ്രിയങ്ങൾ 5, എന്താണ് ദശകം 10, അത് ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5. അപ്പോൾ അത് രണ്ടും കൂടെ ആവും 10. അതും അഹങ്കാരം, നമ്മൾ തന്നെ എല്ലാം ഈ അഹങ്കാരമുണ്ട്. അതും എല്ലാം ചേരുന്നതാണ് ഈ ദേഹം. അത് മൂലപ്രകൃതി, അതായത് ഈ പ്രകൃതി മഹാമായയിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ദേഹം. എല്ലാ ജീവജാലങ്ങളുടെയും ദേഹം പഞ്ചഭൂതം, അതാണ് പ്രകൃതി. അത് ദേഹം അതിൽ തന്നെ നശിക്കുമ്പോൾ അതിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ ചേരുകയും ചെയ്യും. അതിനകത്ത് വേറായി നിൽക്കുന്നതാണ് പരമാത്മാവാകുന്ന നമ്മളിരിക്കുന്ന ജീവാത്മാവ്. അത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു കുഞ്ഞൊരു പെട്ടി, ഒരു കുടം പോലെ അല്ലയോ, അതിലെത്ര പരമാത്മാവ് കൊള്ളാനാ, അല്പമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ജീവാത്മാവെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അതായത് വലിയൊരു ഈ ലോകം മൊത്തം നിറയുന്ന സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്താൽ, ഒരു കുടത്തിലേക്ക് എടുത്താൽ എത്രയുണ്ട്? ഒരു കുടം വെള്ളം എന്ന് പറയാം. നമ്മൾ ഒരു സമുദ്രം നമ്മൾ പറയത്തില്ല, ഒരു കുടത്തിലെ വെള്ളം എന്നല്ലേ പറയാം. അപ്പോൾ എന്നാൽ രണ്ടും വെള്ളം തന്നെയാണല്ലോ. അതായത് സമുദ്രത്തിലെ വെള്ളവും അതിനെടുത്ത കുടത്തിലേക്ക് ഉണ്ടാക്കുന്ന വെള്ളവും വെള്ളം തന്നെയാണ്. പക്ഷെ കുടത്തിലെ വെള്ളത്തിൽ സമുദ്രമെന്ന് പറയത്തില്ല. സമുദ്രത്തിലെ മക്കൾ സമുദ്രമെന്നോ കടലെന്നൊക്കെ പറയുള്ളൂ. പക്ഷെ ആ വെള്ളവും ഈ വെള്ളവും വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരമാത്മ വസ്തു, ആ ചൈതന്യം, അത് നമ്മളെല്ലാ ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേഹത്ത് എത്ര വെള്ളം കൊള്ളാനാ, അതുപോലെ ആത്മാവും ശകലമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് അങ്ങനെ ചിന്തിച്ചാൽ മതി. അതങ്ങനെ എൻ്റെ അറിവ് അങ്ങനെയാണ്. എനിക്കാരും പറഞ്ഞു തരുന്നതല്ലല്ലോ, നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്, വായിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി, മനസ്സും ചിത്തവും മൂലപ്രകൃതി എന്നറിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മൾ ഈ പ്രകൃതിയാണ്. നമ്മൾ ആ അമ്മ പ്രകൃതി തന്നെ നമ്മൾ. അതിൽ ഓരോ എല്ലാ ജീവനും ആ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചേരുന്നത് തന്നെ പ്രകൃതി, ആ പ്രപഞ്ചം. ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. നമ്മൾ ഓർക്കൂ, അത് എത്ര നമ്മൾ മനസ്സിലാക്കൂ. ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നതാണ്. ഓർത്ത് കണ്ടാലും ഈ എന്തൊക്കെയോ അഹങ്കാരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങൾ 10 ഇന്ദ്രിയങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ദേഹം. അത് ഓർത്ത് കണ്ടാലും മനസ്സിലാക്കൂ. ക്ഷേത്രമായത് ദേഹം എന്നുമുണ്ടല്ലോ നാമം. ഈ ദേഹത്തിന് ക്ഷേത്രമെന്നും പറയും. നമ്മുടെ ഈ ഗാത്രം, ഈ ശരീരം, ശരീരം, ഈ ശരീരത്തിൻ്റെ ഒരു പേരാണ് ക്ഷേത്രം. വൃക്ഷമെന്നും പറയും, ദേഹമെന്നും പറയും നമ്മുടെ ഈ ശരീരത്തിനെ.
എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും. അപ്പൊ ഇതിൽ നിന്ന് വേറായി ഒന്നുണ്ട്, അതാണ് ജീവൻ. അതിനാണ് നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നത്. അത് നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക. സൗമിത്രേ നീ, നിങ്ങൾ ഓരോ മക്കളും ഞാൻ ഉൾപ്പെടെ ഇത് മനസ്സിലാക്കണം. ഇത് പരമാത്മാവായ ഈശ്വരൻ, ആ ദയാലുവായ ആനന്ദ സ്വരൂപനാണ് ഇവിടെ ശ്രീരാമനായിട്ടോ ശ്രീകൃഷ്ണനായിട്ടൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അത് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞതോ ശ്രീരാമൻ എന്ന് പറഞ്ഞോ അയോധ്യയിലെ ദശരഥ മഹാരാജൻ്റെ മകനെന്നല്ല അതാരാ? അത് പരമാത്മാവാണ്. അത് നമുക്ക് വേണ്ടി വന്നതാ, അവതാരം എടുത്തതാ. അപ്പോൾ അത് ദശരഥ മഹാരാജൻ്റെ മറ്റ് മക്കളെ പോലൊരു മകനല്ല അത്. അതുകൊണ്ട് ആ ശരീരം മാത്രമേ ഈ പ്രകൃതിയിൽ നിന്നുണ്ടായൂ. അത് പരമാത്മാവിൻ്റെ തന്നെ മഹാമായയിൽ നിന്ന് തന്നെയാണ് ദേഹം എടുത്തേക്കുന്നത്. ഈ ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ കൃഷ്ണനും ആ മായയിൽ നിന്ന് എടുത്തേക്കുന്ന ശരീരം. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഈ മായയിൽ നിന്ന് എടുക്കുന്നത്. അത് ഭഗവാന്റെ തന്നെ മായയെന്ന് ഭഗവാൻ എടുത്തേക്കുന്നത്. ഭഗവാന്റെ തന്നെ മായയാണ് ഈ ഭൂമി, ഈ പ്രപഞ്ചം. അപ്പം ഭഗവാൻ തന്നെ മായയിൽ തന്നെ ഭഗവാൻ ശരീരം എടുത്തു. നമ്മളൊക്കെ അതിൻ്റെ ഒരു അംശങ്ങൾ, നമ്മളല്ലല്ലോ ഭഗവാന്റെ മായ എന്ന് പറയാം. നമ്മൾ അത് പ്രകൃതിയിലുള്ള എല്ലാ ഈശ്വരൻ്റെ മക്കളായിട്ട് നമ്മളും ഉണ്ട്. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കണം? ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവാകുന്ന ഒരു സ്വരൂപമാണ്. അത് രൂപമില്ലാത്തൊരു സ്വരൂപം. അതിനെ നമ്മൾ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ എങ്ങനെ നമ്മളിതിനെ അറിയുന്നത്? അതിനെ ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ ലക്ഷ്മണ എന്ന് ശ്രീരാമ ഭഗവാൻ പറയുന്നു. നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും അത് മനസ്സിലാക്കണം. ലക്ഷ്മണനൊക്കെ നമ്മൾ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കണം. ഇത് ലക്ഷ്മണന് കൊടുക്കാനുള്ള ഉപദേശം അന്നായത്. ഇപ്പം നമുക്ക് വേണ്ടിയാണ് ഇവിടെ വെച്ചത്. അതുകൊണ്ട് ജീവാത്മാവെന്നും പരമാത്മാവെന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സൂര്യനെ അർക്കനെന്നും ദിനകരനെന്നും പിന്നെ ഭാസ്കരനെന്നും ഒക്കെ പറയുന്നത് പോലെ പര്യായ പദങ്ങളാണ് ഇത് രണ്ടും. അത് വെള്ളം, സമുദ്രത്തിലെ വെള്ളവും ഗ്ലാസ്സിലെ വെള്ളവും വെള്ളം തന്നെയാണ്. അതിൻ്റെ പര്യായ പദങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത് അത് പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂന. ഇതൊരു ഭേദമില്ല, ഒരു വ്യത്യാസവുമില്ല. കാരണം ഒരു ഗ്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളവും നദിയിലെ വെള്ളവും അല്ലെങ്കിൽ സമുദ്രത്തിലെ വെള്ളവും വെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും കിണറ്റിലായാലും കുളത്തിലായാലും വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭേദം ഇതിനില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ജീവാത്മാവെന്ന് പറഞ്ഞാലും പരമാത്മാവെന്ന് പറഞ്ഞാലും രണ്ടും ഏകമാണ്, ഒന്ന് തന്നെ. ഒരു ഭേദവും അതിന് മാത്രം ഇല്ല. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. അങ്ങനെ പറയുന്നെങ്കിൽ ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് പലരും പലതും പറയും. നമ്മളിലൊന്നും പരമാത്മാവില്ല, നമ്മൾ വേറെ എന്തൊക്കെയാണെന്ന് അറിവില്ലാത്തവർ പറയും. നമുക്ക് യഥാർത്ഥത്തിൽ ആ ഈശ്വരനാകുന്ന ആ പരമാത്മാവ് തന്നെയാണ് നമ്മളിൽ വസിക്കുന്നത്. അതിനെ നമ്മൾ തെളിയിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ രുചി അറിയുന്നത്. ഈ രുചി അറിയാത്തത് കൊണ്ട് എല്ലാവരും പറയുന്നത് എന്താ? അറിവില്ലാത്തവർ പറയും പിന്നെ നമ്മളിലിരിക്കും അപ്പോൾ ദൈവം അല്ലെങ്കിൽ പരമാത്മാവ്. അതെന്താ? അറിവില്ലായ്മ. അതുകൊണ്ട് അജ്ഞന്മാരെന്ന് പറയുന്നത് അവർക്ക് അറിവില്ല. അവർ അന്ധകാരത്തിൽ തന്നെ മൂടിയിരിക്കുക. ഈ ഇരുട്ട് പോലെ മുള്ളം മൊത്തം ഇരുട്ട് നിറഞ്ഞിരിക്കുക. കാരണം ഒരു വിവരം ഇതൊന്നും വായിച്ച് പഠിച്ചിട്ടോ ഒന്നുമില്ല, അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ളവർ തർക്കിക്കും. കാരണം എന്താ? ഇത് ജീവാത്മാവല്ല, ഇത് ഭേദമുണ്ട് എന്ന് പറയുന്നെങ്കിൽ അത് അജ്ഞന്മാരല്ലോ. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അജ്ഞത എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യ ആക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ മന്യുഭാവവും അകലെ കളഞ്ഞ് അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി. അപ്പോൾ നമ്മൾ ആനന്ദ സ്വരൂപനാവണമെങ്കിൽ എന്ത് വേണം? ഇതാണ് ഇവിടെ ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. എന്തൊക്കെ വേണം? ഇത് പര്യായ പദങ്ങളാണ്. ജീവാത്മാവെന്നും പരമാത്മാവ് ഒരു ഭേദവുമില്ല, വ്യത്യാസമില്ല. അത് ഒന്ന് തന്നെയാണ്. നമ്മളിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ആ പരമാത്മാ വസ്തു ചൈതന്യമൂർത്തി തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭേദവും അതിൽ എന്തൊക്കെ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ മാനവും കാരണം പരമാത്മാവിന് മാനമില്ല, ഈശ്വരന് കാരണം അതൊരു നിശ്ചല വസ്തുവാണ്. അതിന് ഏറ്റക്കുറച്ചിലോ ഒന്നും എപ്പോഴും സമഭാവനയാണ്. അവിടെ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ പരമാത്മാവിനെ ഒന്നും തട്ടുന്നത് അതിൽ അങ്ങനെ ആയിത്തീരുമ്പോൾ ആ പരമാത്മാവായ ആ ചൈതന്യം നമ്മൾ വസിക്കുമ്പോൾ ഉൾക്കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ നമുക്ക് മാനം ഉണ്ടാകത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു കുറച്ചിലും തോന്നുകയില്ല.
അവിടെ എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും. സുഖത്തിലും ദുഃഖത്തിലും ഒരേ സമഭാവന വരുന്നത് എന്താ കാരണം? അത് നമ്മൾ വസിക്കുന്നത് ആ പരമാത്മാവിൻ്റെ അംശമായതുകൊണ്ടാണ്. അതിന് നമ്മൾ രുചിച്ചറിഞ്ഞ് അത് ആനന്ദ നിർവൃതി അടഞ്ഞ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ആനന്ദ ലഹരിയായിരിക്കും. ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നും ലേശുന്നതേ ഇല്ല. അങ്ങനൊരു മനസ്സാവണമെങ്കിൽ നമ്മൾ ആവണമെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മണ, മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വെടിഞ്ഞെങ്കിലേ ഇതാകൂ. കാരണം നമുക്ക് ഇന്ന് ഒരുപാട് പേർക്കും ഒരുപാട് വെച്ചാൽ 1,00,000 അല്ലെങ്കിൽ 1000 തന്നെ 1-2 പേർക്ക് മാത്രമേ ഈ മാനം എന്നുള്ളത് ഇല്ലാതിരിക്കൂ. കാരണം എന്താ, അങ്ങനെയൊരു അവസ്ഥ അവർക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് മാറും. മാനം എന്നുള്ള സംഗതി ദേഹാഭിമാനമുള്ളവർക്ക് അതൊക്കെ തോന്നുന്നത്. ദേഹമൊക്കെ നമ്മൾ ത്യജിച്ച് കളഞ്ഞാൽ, ദേഹത്തിനെ നമ്മൾ നോക്കാതിരുന്നാൽ, ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ദേഹത്തെയും നമുക്ക് നോട്ടമേ ഇല്ലെന്ന് കണ്ടാൽ പിന്നെ ആരെയായി മാനം നോക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പിന്നെ പരമാത്മാവാണല്ലോ. നമ്മുടെ ദേഹത്തെ ചിന്തിക്കുന്നതേ ഇല്ല. അപ്പോൾ സർവത്തിൽ നിന്നും മുക്തനായ ഒരു വ്യക്തിക്ക് മാനമില്ല. അതല്ലേ ചില സന്യാസിമാരൊക്കെ ഇങ്ങനെ പോകും, ആരെന്ത് എറിഞ്ഞ് അവരെ എറിയുന്നു, അവരെ കൊഞ്ഞനം കുത്തുന്നു, എന്തൊക്കെ കാണിച്ചാലും അവരനങ്ങത്തേ ഇല്ല. അവരിതൊന്നും ശ്രദ്ധിക്കുന്ന, അവർ ആനന്ദ നിർവൃതിയിൽ അടഞ്ഞിങ്ങനെ യാത്ര ചെയ്യുക. കാരണം എന്താ, അവർക്ക് മാനമില്ല. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഭയങ്കര മാനമാണ്. എന്നേതോ അവളോ അത് പറഞ്ഞു, അതിന് പകരം ചോദിച്ചേ വെക്കൂ, ചേട്ടാ കണ്ടോ അവൾ ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ ഒരു മാനം എന്താ തോന്നിക്കുന്നത്? ഒന്നും ആയിട്ടില്ല. വെറുതെ ഇല്ല മനുഷ്യൻ്റെ ഒരു കോലവും കെട്ടി നടക്കുന്നു, ഈ ലോക ചിന്തയാണ് നടക്കുന്നുണ്ടോ? അത് ആത്മീയമായി നിർവൃതി അടയുന്ന സമാധാനവും ശാന്തിയും വന്ന ഒരു ഭക്തന്, എല്ലാം ത്യജിച്ചവന്, ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ വേണ്ട എന്ന് മനസ്സുകൊണ്ടും എല്ലാം മാറ്റിയ ഒരു വ്യക്തിക്ക് ഒന്നിനും ഒരു ഭ്രമവും തോന്നുകയില്ല. അതുകൊണ്ട് മാനം ഡംഭ ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ, മനസ്സിൽ നിന്ന് വെടിഞ്ഞ് സന്തുഷ്ടനായ സദാകാലം. ഇത് നമ്മൾ ഒന്നുകൂടെ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചെങ്കിലും ഇത് മക്കൾ അത് അന്നേരം വായിച്ചങ്ങ് പോകും. പക്ഷേ അത് മനസ്സിലാക്കാതെ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് ധ്യാനിക്കാത്തത് എന്താണെന്നാ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും ധ്യാനമൊന്നുമില്ല. വീണ്ടും ഇത് കേൾക്കുന്നു. ഇനി അമ്മ ഇന്ന് പറഞ്ഞ കേട്ടു, നാളെ ഇനി എന്താ ഇടുന്നത്, അഥവാ ഒന്ന് ഇട്ടില്ലെങ്കിലോ പല മക്കളും വിളിക്കും, അമ്മേ ഇന്ന് ഇട്ടില്ലയോ. എന്തൊരു വിഷമം എന്നറിയുമ്പോൾ അവർക്ക് കേൾക്കാനൊരു ഇമ്പം. പക്ഷേ ഇതങ്ങനെ തീരാത്തത് എന്തെന്നാ, ഇതിനങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കണം, നമ്മൾ ധ്യാനിക്കണം. ഇങ്ങനെ ഇത് ധ്യാനിച്ച് നമ്മൾ പരമാത്മാവ് എല്ലാവരിലും ഉണ്ടെങ്കിലും അതിനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോഴേ നമ്മളെ ഉള്ളിൽ നിന്ന് മാനം ഇല്ലാതെ വരും. അതുവരെ നമുക്കും ഈ മാനാഭിമാനമൊക്കെ ഉണ്ട്. അത് മാറണമെങ്കിൽ നമ്മൾ ആയിത്തീരുക. അതായിത്തീരാത്തത് എന്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആക്ഷേപാദികൾ സഹിക്കണം. അന്യരെ ആക്ഷേപിച്ചാൽ അത് സഹിക്കുക. സമബുദ്ധിയ, അപ്പോഴെല്ലാം സമത്വമായിരിക്കണം ബുദ്ധി. മഞ്ഞു ഭാവവും അകലെ കളഞ്ഞ അനുദിനം ദിവസേന നമ്മൾ എന്താ മഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കത് ഞാനെന്ന അർത്ഥം. അപ്പം മഞ്ഞു ഞാനെന്ന ഭാവം, എന്നെ അത് പറഞ്ഞ് ഞാൻ ആരാ, എന്നെ അത് പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്യും, ഇതൊക്കെ ഞാനെന്നുള്ള ഭാവം ഉള്ളവർക്കാ. ഈ ഞാനങ്ങ് ഇല്ലാതായാൽ എന്ത് വരും? ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം എന്നിൽ അഹം ഇല്ല. അതിൽ ആരാ പിന്നെ ഉള്ളത്? പരമാത്മ ചൈതന്യമാണ്. ഈ അഹം എന്നുള്ളതൊക്കെ അങ്ങ് പോകും. ഞാനെന്ന ഭാവം പോയി നമ്മൾ താഴേക്ക് വന്ന് ഒരു ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ദാസനാവുന്നത് നമ്മൾ ആരും ഒന്നും അല്ലാത്തൊരവസ്ഥയാണ്. അവിടെ ആനന്ദ നിർവൃതി മാത്രമേ കാണൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ആക്ഷേപിച്ചാലോ ഇതൊക്കെ സഹിക്കാനും അത് അങ്ങനെ ആയിത്തീരുമ്പോഴാണ് അങ്ങനെ ആദ്യമേ തന്നെ നമ്മളങ്ങനെ ആകണം. അവരെന്തോ പറഞ്ഞോളട്ടെ, നമുക്ക് സമാധാനം ശാന്തി മതി, നമുക്കത് ക്ഷമിച്ച് കളയാം. അവസാനം നമുക്ക് ക്ഷമിക്കുകയെന്നും വേണ്ട, നമ്മളൊന്നും അറിയത്തോലുമില്ല. ആരെന്ത് പറയാലും അവിടെ നമുക്കൊന്നും തോന്നിക്കുന്നില്ല. തോന്നിച്ചിട്ട് വേണ്ടേ നമുക്ക് മാനം ഉണ്ടെന്ന് അറിയാം. നമുക്ക് അത് കേട്ടതൊന്നും നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ പോവുകയില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, ഒരു ഭക്തനാണെങ്കിൽ ഒരു ഭക്തനെ ശ്രദ്ധിക്കും. ഭക്തന്മാർ ഒരിക്കലും പറയത്തില്ലല്ലോ. അപ്പം മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ നമ്മളത് കേൾക്കാൻ. ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കാരണം അത് എല്ലാം അത് തന്നെ, ഇന്ദ്രിയങ്ങളെ അടക്കി കഴിഞ്ഞാൽ അതൊന്നും വരത്തില്ല. അപ്പോൾ അയൽ വീട്ടിൽ മണത്ത് നല്ല സദ്യകളൊക്കെ ഒരുക്കാൻ നമ്മുടെ മനസ്സിനകത്ത് അത് ചിന്തിക്കത്ത പോലുമില്ല. അയ്യോ അവിടെ ഇന്ന സദ്യകൾ ഒരുക്കുന്നത്, നമുക്കത് വെച്ച് കഴിക്കണമെന്ന് തോന്നത്തില്ല. കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധ എവിടെ വരും? ഈശ്വരങ്ങളിലേക്ക് ശ്രദ്ധിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കും. നമുക്ക് രാമായണം വായിക്കുന്ന ഒരു പ്രത്യേക ആനന്ദാനുഭൂതിയാണ്. ഭാഗവതം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഈശ്വരൻ്റെ കഥകൾ കേൾക്കാനും അങ്ങനെ ഒരു ഭക്തൻ അപ്പുറത്ത് പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അയ്യോ അവിടെ നല്ല നാമം കേൾക്കുന്നു, അത് ശ്രദ്ധിക്കും. അല്ലാതെ ഈ ലോകത്തിലുള്ള ഒരു എന്തോ പറയുന്നത് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളൊന്നും
കേൾക്കുന്നത് ശ്രദ്ധിക്കത്തില്ല, കാണുന്നത് ശ്രദ്ധിക്കത്തില്ല, പിന്നെ രസനേന്ദ്രിയം അത് ശ്രദ്ധിക്കത്തില്ല, ഒന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം ഒരു ഭക്തൻ അങ്ങനെയായി മാറി ഇതെല്ലാം ഉപേക്ഷിച്ചവനാ. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് പിന്നെ അതിലേക്കൊന്നും പോകത്തില്ല. എപ്പോഴും ആനന്ദ നിർവൃതിക്കുള്ള ഈശ്വരാരാധന കേട്ടാൽ അവിടെ ശ്രദ്ധിക്കും. നല്ല നാമം കേൾക്കുന്നത് നമുക്ക് അയ്യോ അവിടെ നിന്ന് പോയാൽ കണ്ടുകൊണ്ടിരുന്ന് കേൾക്കാമല്ലോ, ഇതൊക്കെ ഒരു ശ്രദ്ധ വരും. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെ ആവും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അന്യ ആക്ഷേപാദികളൊക്കെ സഹിച്ച് സമബുദ്ധിയോടുകൂടി മന്യഭാവവും അകലക്കളഞ്ഞ് അനുദിനം ദിവസേനെ ഈ ഞാനെന്ന ഭാവം ഇതെല്ലാം ദൂരെ കളയണം. എന്നിട്ടോ ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് ഭക്തി കൈക്കൊള്ളുന്നത്. എങ്ങനെയാണ് ഭക്തി കൈക്കൊള്ളുന്നത്? ഇപ്പം മാതാപിതാ ഗുരു. ഇപ്പം ഞാൻ എല്ലാ മക്കൾക്കും ഒരു അമ്മസ്ഥാനമാണ്. അപ്പോൾ അമ്മയും ഒരു ഗുരു ആകാം. അമ്മമാർ, കാരണം അമ്മയാണ് നമ്മളെ പ്രസവിച്ച അമ്മ ആണ് പറയുന്നത്. അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം അമ്മയാ. അമ്മോനെ അല്ലെ മക്കളെ അമ്മ, അച്ഛൻ. ഇപ്പം ആദ്യത്തെ ഗുരു അമ്മയല്ലേ. അപ്പം അമ്മ സ്ഥാനം വെച്ച് നോക്കിയാലും ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ അതെന്താ ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മകള് എന്നെ എന്തോ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖം തന്നെയാണെന്ന്. അപ്പോഴേ അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിരുന്ന വാക്കും അത് മനസ്സിലാക്കുന്ന അമ്മയുടെ മുഖം എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ആത്മീയമായ ചൈതന്യം തന്നെ മതി, അല്ലാതെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി അല്ല അത്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ നല്ലതാണ്. കാരണം അമ്മ ഇതൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് അമ്മയെ വന്ദിക്കണം. അതാണ് ഈശ്വരന് ഇഷ്ടം. അതുകൊണ്ട് പറയാം, ഈശ്വരന് ഇഷ്ടപ്പെട്ടതല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഒരു വാക്കായാലും അത് നന്മയാണെങ്കിൽ അത് പറഞ്ഞു തരുന്ന ഒരു അമ്മയെ അത് ഗുരുവായിട്ട് സങ്കല്പിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ഞാനങ്ങനെ നല്ലതല്ല എന്ന് പറഞ്ഞു തന്നാൽ ഈശ്വര നിന്ദയായി പോവും. കാരണം അത് ആരായാലും, ഇത് ഞാനെന്നല്ല മറ്റൊരാളായാലും, സ്വന്തം അമ്മയായാലും അച്ഛനായാലും, കാരണം എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഗുരുക്കന്മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാനിതെടുക്കുമ്പം ആദ്യമേ എൻ്റെ അമ്മയും അച്ഛനെ തന്നെ ചിന്തിക്കുന്നത്. എന്താ കാരണം? അങ്ങനെ ഗുരുത്വം ഇല്ലെങ്കിൽ, 3 അക്ഷരം എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ഗുരുത്വം അതില്ലെങ്കിൽ നമുക്ക് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഞാനായാലും ആരായാലും പറഞ്ഞു തന്നാൽ, അയ്യോ അമ്മ ഇതൊക്കെ പറഞ്ഞു തന്നല്ലോ ഭഗവാനെ, അമ്മയ്ക്ക് അത്ര മക്കൾ ദീർഘായുസ് കൊടുക്കണേ, അത് ചെയ്യണേ, ഇതെന്ന് പ്രാർത്ഥിക്കുന്നു, അത്രയും മതി. അല്ലാതെ എല്ലാം ഈശ്വരനെ മാത്രം ചിന്തിച്ചാൽ മതി. എന്നിലും എല്ലാം ഈശ്വരനാണ്. അത് അവരവരിൽ തന്നെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ പിന്നെ അവരിൽ തന്നെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഉറച്ചാൽ മതി. നമ്മളിത് ആയി തീരുമ്പോൾ പിന്നെ ഗുരു എന്ന് ഗുരുവൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഗുരുവിനെ പോലെ എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നെ അങ്ങനെ, കാരണം എൻ്റെ അച്ഛനും അങ്ങനെ ഒരു ഗുരുവിനെ ഒന്നും അച്ഛനൊരു വടി ഉണ്ടായിരുന്നു, ഗുരുവിൻ്റെ ഒരു വടി, ഒരു ചൂരൽ ചുറ്റിട്ടേക്കെ. അത് അച്ഛൻ്റെ ഗുരുവായിരുന്നു. എന്നാൽ അച്ഛൻ വെച്ചങ്ങനെ ഭജനയ്ക്കൊക്കെ വായനയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ചന്ദനമൊക്കെ ചേർത്തിയുടെ ഒരു മൂല വെച്ച് ഒരു വടി ഊന്നിയുടെ വെച്ചേക്കുന്നതാണ്. അതൊക്കെ ആയിരിക്കും, എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ചെറുതാ. അപ്പോൾ അങ്ങനെ വന്ദിക്കുന്നത് നല്ലതാ. അത് സ്വന്തം അമ്മയായാലും ഇപ്പം ഞാനൊരു അമ്മ തന്നെയാണ്. അപ്പോൾ വലിയ അറിവൊന്നുമില്ലെങ്കിലും ഉള്ളതാവട്ടെ, അത് അവർ ആരായാലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ ഗുരുവേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചിത്തശുദ്ധിയും ഭക്തിയൊക്കെ കൈക്കൊണ്ട് ഗുരുസേവ, അതാണ് ഗുരുസേവ. അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ എന്താ സേവ, ഈ ഒരു ആശ്രമമാണെന്ന് കണ്ടാൽ അങ്ങനെ ഒരു ഗുരുവായിട്ട് നമുക്കുണ്ടെങ്കിൽ അറിവുള്ളൊരു ആശ്രമത്തിൽ നല്ല ഗുരുക്കന്മാരിരിക്കുമല്ലോ. അപ്പോൾ അവരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്നത് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുക, അവരുടെ പാദസേവ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ചെയ്യുന്നതാണ് സേവ. ഇതിപ്പോൾ അങ്ങനൊന്നുമില്ല, നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതും ഭഗവാന് ഇഷ്ടമാണ്. കാരണം ഭഗവാൻ തന്നെയാണല്ലോ ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് വണങ്ങുന്നത് നല്ലത് തന്നെയാണ്. അത് ഗുരുത്വമാണ്. ആ ഗുരുത്വം നമുക്ക് വേണം. സ്വന്തം അമ്മയും അച്ഛനെയും ഗുരുവിനെയും വന്ദിക്കണം. കാരണം നമ്മളെ ഇങ്ങനെ വളർത്തി വെച്ച ദേഹം തന്നല്ലോ നമ്മുടെ മാതാപിതാക്കളൊക്കെ, അവരെയും വന്ദിക്കണം. ഈശ്വരനെ എല്ലാം ഒന്നായി കാണണം. അതുകൊണ്ട് അങ്ങനെ ദേഹശുദ്ധിയും ചിത്തശുദ്ധിയൊക്കെ വന്ന് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ നല്ല നല്ല കൃത്യനിഷ്ഠയോടുകൂടിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഭഗവത് സേവ, ഭഗവാൻ വേണ്ടുന്നത് പൂജ, അല്ലെങ്കിൽ നമ്മൾ അല്പം നാമം ചൊല്ലുക, അത് ഭഗവാന് വേണ്ടുന്നതല്ല, നമുക്ക് വേണ്ടുന്നതാണ്. ഭഗവാന്റെ മുമ്പിൽ അല്പം വെള്ളം ഈശ്വരനായിട്ട് വയ്ക്കുക, കിണ്ടിയും വെള്ളവും അതായത് അതിൽ തുളസി ഇങ്ങനെയൊക്കെ ഇടുക. ഞാനത് ചെയ്തിട്ട് നാമങ്ങളൊക്കെ ഇപ്പം തന്നെ എനിക്കിത് തുടങ്ങുമ്പോൾ ഞാൻ കിണ്ടിയും വെള്ളത്തിൽ തുളസി ഇട്ടിരുന്ന അതെടുത്ത് അല്പം സേവിച്ചിട്ട് അത് ഭഗവാന്റെ പ്രസാദമായിട്ട് ഇങ്ങനെ കയ്യിലൊഴിച്ച് ഇച്ചിരി കഴിച്ചിട്ടേ ഞാനത് തുടങ്ങത്തുള്ളൂ. എന്നിട്ട് അത് ഈ കിണ്ടിയിലെ വെള്ളം നാളെ എടുത്ത് രാവിലെ വെക്കുന്നത് വൈകിട്ടെടുത്ത്
ഇവിടെ ഇവിടെ വാതിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു തുളസി വെച്ചേക്കുന്ന ഒരു പാത്രം. തുളസി അതിലുണ്ട്. ആ തുളസിയുടെ മൂട്ടിലൊഴിക്കും. ഈ വൈകിട്ട് വെക്കുന്ന വെള്ളം അത് അല്പം ഞാൻ എടുത്ത് കുടിക്കും. എന്നിട്ട് ബാക്കിയെടുത്ത് ഈ തുളസിയുടെ മൂട്ടിലാണ് ഒഴിക്കുന്നത്. അല്ലാതെ മറ്റെങ്ങും ഞാൻ ഒഴിക്കത്തില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ അങ്ങനെ നിത്യകർമ്മങ്ങളെല്ലാം നമ്മൾ സൽക്കർമ്മങ്ങൾ അത് മനസ്സിൽ തന്നെ ചിന്തിച്ച് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങളായിരിക്കണം. അതുകൊണ്ട് അതിന് ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ആ സത്യത്തെ തന്നെ നമ്മൾ സമാശ്രയിക്കുന്നത്. സത്യം തന്നെയാണ് നമുക്ക് ആശ്രയം. ഈശ്വരൻ സത്യമാകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ കൃത്യനിഷ്ഠയോട് ഇതൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഇങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മാനവും ഡംഭവും ഒന്നും ഇല്ലാതെ പിന്നെ എന്താ പറയുക, മനസ്സിൽ നിന്നെല്ലാം കളഞ്ഞ് സന്തുഷ്ടനായിട്ട് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കവും വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. അപ്പം നമ്മളും അങ്ങനെ ആ ഒരു നിഷ്ഠയിൽ ഈശ്വരനോട് ചേർന്നിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമ്മളും ആ രൂപമായി ആനന്ദത്തിലേക്ക് കടന്നു വരും. അത് ആയി മാനസ വചന ദേഹങ്ങളെ അടക്കി മനസ്സിനെയും നമ്മളെ വചനങ്ങൾ എന്താ ആധ്യാത്മികമായിരിക്കുന്ന നല്ല നല്ല പ്രാർത്ഥനകളൊക്കെ വചനങ്ങളാണ്. അതിനെയല്ല അടക്കേണ്ടുന്നത്. ഈ ലോകചിന്തയായിരിക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയാതെ എപ്പോഴും അരനിമിഷം പോലും നല്ലതല്ലാതെ മറ്റൊന്നിനും പോകരുത് മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ അടക്കി ഈ ലോക വിഷയത്തിലേക്ക് പോകാതെ അവിടെ എന്ത് ചെയ്യണം? നല്ല വചനങ്ങൾ, ഈശ്വര വചനങ്ങൾ, കഥകൾ, ഈശ്വരൻ്റെ കഥകൾ, ഈശ്വരൻ്റെ നാമങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടുന്നത്. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത വേണ്ടാത്ത വചനങ്ങളെല്ലാം നിഗ്രഹിച്ചിട്ട് മാനസ വചന ദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ. നമ്മൾ ഈ ലോക വിഷയങ്ങളാണ് വിഷയ സൗഖ്യങ്ങൾ. ഈ ലോകത്ത് എനിക്ക് ഇപ്പം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായിട്ട് ഇരിക്കുവാന്ന് കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ മറ്റ് ചിന്തകൾ ഈ ബാഹ്യ ലോകം, നമ്മൾ കാണുന്ന ഈ ലോകത്തെ ചിന്തകൾ അത് സൗഖ്യം തരുന്നതാണെങ്കിലോ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇന്നതുപോലൊക്കെ ചെയ്യണം, എടുക്കണം, അതൊരു സന്തോഷം ഉണ്ടാവില്ല. അതൊക്കെ അങ്ങ് അടക്കണം. അതാണ് മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കണ്ട. നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് തള്ളിക്കളയണം. 1 മണിക്കൂറോ 2 മണിക്കൂറോ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുമ്പോൾ ഞാൻ 3-4 മണിക്കൂറൊക്കെ ആയിരുന്നു ആ കാലങ്ങളിൽ ഇരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ഇരിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റ് ചിന്തകളൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഏകാഗ്രത വേണം. ആ പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കണം. ആ ഭ്രൂമധ്യത്ത്, അതാ നാസാഗ്രം, നാസാ അഗ്രം, ഇവിടെ ഇതും അഗ്രം, പക്ഷെ നാസാഗ്രത്തിൽ ഇവിടെ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുക. ആകാശം പോലെ കണ്ണടയ്ക്കുമ്പം അതിൽ പ്രകാശം കാണുന്നത് വരെ നമ്മൾ ദിവസേന കണ്ടാലും പിന്നും അത് എന്നും വേണം. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോഴൊക്കെ അതങ്ങ് തെളിഞ്ഞോളും. നമ്മൾ ചിന്തിക്കാൻ പോലും വേണ്ട, അത് എപ്പോഴും വരും. നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞതുപോലെ അത് പിന്നെ അത് തനിയെ അങ്ങനെ അങ്ങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മാനസ വചന ദേഹങ്ങളെ അടക്കി എങ്ങനെ ഇത് വരും? മാനസിക വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാമരണങ്ങളെ ചിന്തിക്കണം. ജനനം നര ജനനം എന്ന് വെച്ചാൽ കുട്ടി. അത് കണ്ടിട്ട് നമുക്ക് വാർദ്ധക്യം വരും. ഇന്ന് ചുക്ക് ചുളിയതുപോലെയൊക്കെ കണ്ണൊക്കെ ഇവിടെ എല്ലാം പോവും, ഇങ്ങനെയൊക്കെ അങ്ങ് ആവും. അങ്ങനെ ചുക്ക് ചുളിഞ്ഞൊക്കെ വരുമ്പോൾ നമ്മളത് ചിന്തിക്കണം. അപ്പോൾ മരണം ആണെന്ന് ചിന്തിക്കണം. ഭഗവാനെ, പരമാത്മാവേ, അല്ലെങ്കിൽ കൃഷ്ണൻ പരമാത്മാവാണല്ലോ. ശ്രീരാമ ഭഗവാനെ, എനിക്ക് ജരയും നരയൊക്കെ വന്ന് ജരയും നരയൊക്കെ വന്ന് ഭഗവാനെ, ഇനി എനിക്ക് മരണത്തിലേക്ക് അടുക്കാൻ സമയം ഏറെയൊന്നും ഇല്ല, കാത്തോളണേ. എനിക്ക് വേണ്ടുന്നതല്ല എന്നോടൊപ്പം എന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ശക്തി തരണമേ, എനിക്ക് ഓർമ്മ തരണമേ, അവിടേക്ക് തന്നെ എന്നെ കൊണ്ടുപോകണമേ, അങ്ങയിൽ എന്നെ അടുപ്പിക്കണമേ, ആ ഭഗവാന്റെ അടുക്ക തന്നെ എനിക്ക് ആ പാദത്തിൽ തന്നെ എന്നെ കൊണ്ട് പോകണമേ. ഇതെല്ലാം നമ്മൾ പറയുകയും നമുക്ക് വിഷമമൊന്നും ഇല്ലാതെ ആക്കണമേ, ശ്വാസമൊന്നും മുട്ട് വരല്ലേ. അത് എനിക്കിപ്പോൾ അത് സന്തോഷം വരാൻ എൻ്റെ കൺവെട്ടത്താണ് എൻ്റെ അമ്മയുടെയൊക്കെ പോക്ക്. ആരും അറിഞ്ഞില്ല. അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു, അമ്മ പോയി. അപ്പോൾ എന്നെ കാണിച്ചില്ല. അപ്പോൾ എനിക്കറിയാം ഇതൊരു പാടുമുള്ളതല്ല ഈ മരണം. പക്ഷെ അങ്ങനെ കിട്ടണം. എല്ലാവരും അങ്ങനെ അല്ലല്ലോ. എൻ്റെ അച്ഛമ്മയൊക്കെ എത്രയോ നാൾ, അച്ഛൻ വെച്ചാൽ എൻ്റെ അമ്മായിയമ്മയൊക്കെ എത്ര നാൾ 5-8 വർഷം ഇങ്ങനെ കിടന്ന് അവസാനം ഓർമ്മയില്ലാതെ കിടക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അവർ വല്ലതും അറിയുന്നു. അങ്ങനെ ആവരുത്. എന്താ അവന് കാരണം കാണാൻ ഈശ്വരനായിട്ടുള്ള യാതൊരു ചിട്ടയും ഇല്ല.
ഈശ്വരനായിട്ട് ചിട്ട അറിയത്തില്ല. അവരുടെ കുടുംബത്തിൽ അങ്ങനെ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഈശ്വരൻ നമ്മൾ അത് മനസ്സിലാണ്. അജാമിളൻ്റെയൊക്കെ തന്നെ കഥ വെറുതെയൊന്നും അല്ല എഴുതിയിട്ടേക്കുന്നത്. ആ സമയത്തെങ്കിലും നാരായണ എന്നൊന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ പ്രതിയില്ലാതെ അവിടുന്ന് വിഷ്ണുദൂതന്മാരെ അയച്ചില്ലയോ. അതായത് പണ്ട് അജാമിളൻ്റെ കുട്ടിനാളി ഭക്തനായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ആയപ്പോൾ ദുരിതങ്ങളൊക്കെ വന്ന് പിന്നെ ഈ ലോക സുഖത്തിലേക്ക് അങ്ങ് ചാടി. അപ്പോൾ കർമ്മങ്ങളും ഈ കൃത്യനിഷ്ഠകളും ഭഗവാനുള്ള പ്രാർത്ഥനയൊക്കെ അങ്ങ് നിലച്ചു പോയി. അപ്പോഴാണ് അപ്പം അയാളെ പറ്റിയുള്ള ചിന്തയൊന്നും ഇല്ലാതെ ലോകകാര്യത്തിൽ ഇങ്ങനെ കെട്ടി കിടക്കുന്നു. കെട്ടഴിഞ്ഞില്ല. കെട്ടി മുറുക്കി മക്കളും കുട്ടികളും ഭാര്യയും എന്നുള്ള ചിന്തയിൽ ദുരിതപ്പെട്ട് കിടന്നതുകൊണ്ട് അങ്ങനെ ദുരിതത്തിൽ കാലന്മാരൊന്നും ഭയന്ന് പോയി. കാലന്മാർ കയറും കൊണ്ടൊക്കെയല്ലേ വരുന്നത്. അങ്ങനെ അയാൾ ഭയന്നപ്പോഴാണ് ഇളയ മകനെ വിളിക്കുക, നാരായണ എൻ്റെ മകനെ എന്നെ അത്രമാത്രം ഭയന്ന് പോയിട്ട് പറമ്പെടുക്കുന്നു. അങ്ങനെ വിളിച്ചപ്പം ഭഗവാൻ വിചാരിച്ച് പണ്ടവനിങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ, ആ വിളി അവിടെ എത്തി. ആ കുട്ടിയെ വിളിച്ച വിളിയാ, മകനെ വിളിച്ച വിളിയാ. പക്ഷേ ഉറക്ക വിളിച്ചവൻ ഭഗവാൻ കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ടൊരു ഭക്തനും കൂടെ ആയിരുന്നു. നമ്മളും എപ്പോഴെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് ഇടക്കാലത്ത് നിന്ന് പോയാലും നമ്മളത് വീണ്ടും എടുക്കണം. അങ്ങനെ എടുത്താൽ നമുക്ക്, അല്ലാതെ വീണ്ടും ഇടയ്ക്ക് പോകേണ്ട കാര്യം എന്താ? എപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അതിൽ കൂടി നമുക്ക് ഈശ്വരനെ അറിയാമല്ലോ. അത് മതി. ഇപ്പം ധ്യാനിച്ച് തപസ് ചെയ്ത് ഒരു സന്യാസിയാണൊന്നും വേണ്ട. നമുക്ക് ജീവിതത്തിലും ഇതൊക്കെ ആവശ്യമാണല്ലോ. ഈശ്വരൻ എപ്പോഴും കാരണം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ആത്മീയവും ലൗകികവും നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാം. അപ്പോൾ ആത്മീയത്തിലും വളരാം, ലൗകികത്തിൽ നന്നായി ജീവിച്ചു പോകാം, ഒരു കുഴപ്പവും വരത്തില്ല. അതാണ് ഒരു ഗൃഹസ്ഥാശ്രമം ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്ക് 1,00,000 2 4 പേരെ മുക്തനായി പോകുന്നുള്ളൂ, എല്ലാവരും പോകില്ല. ഇതിവിടെ മുക്തിമാർഗത്തിലേക്കാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എനിക്കിതൊക്കെ പറയാനേ അറിയാവുള്ളൂ, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഞാൻ ഇതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. മറ്റത് ഇങ്ങനെ പറയാം, എനിക്ക് നിങ്ങൾ ഭക്തിമാർഗത്തിലിരിക്കൂ, നിങ്ങൾക്ക് ലൗകികത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ, അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെ എനിക്ക് ഞാൻ പറയുമല്ലോ, ഞാൻ എൻ്റെ കുട്ടിനാളിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് ഒരു മോള് വേണം, അതിന് ഒരു മകൻ വേണം. അല്ലെങ്കിൽ എൻ്റെ പശു പ്രസവിക്കുന്നത് മൂലനാളൊരു മോളാണെങ്കിൽ എൻ്റെ പശു പ്രസവിച്ചപ്പം ഒരു മൂല ഒരു വെള്ളിയായിരുന്നു, പെണ്ണായിരുന്നു. അപ്പോൾ ഒരു ഭഗവാനെ എനിക്ക് 2 മൂലമായി, ഒരു മൂലം കൂടെ വേണം. അങ്ങനെ അടുത്ത പശുക്കുട്ടി ആ പശുക്കറ കറന്ന് തീർന്നിട്ട് പിന്നെ ആ പശുവിനെ ഗർഭിണി ആയപ്പോൾ 2 വർഷമാണ് പിന്നെ പ്രസവിക്കുന്നത്. അന്നേരം ഞാൻ പഞ്ചാംഗം അടിച്ച് നോക്കി, ഈ ദൈവമേ എനിക്കൊരു മൂലം കൂടെ വന്നായിരുന്നെങ്കിൽ. നോക്കിയപ്പോൾ എന്താ, ഒരു ദിവസം മൂലം കിടക്കുന്നത്. ഈ പ്രസവിക്കാറാവുന്ന ഒരു സമയം വരും, അപ്പം മൂലമുണ്ട് വെള്ളിയുണ്ട്. അയ്യോ, അന്ന് പ്രസവിച്ചാൽ ഇതെനിക്ക് ഞാൻ ഒരുപാടടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് പ്രസവിച്ചാൽ എനിക്ക് 3 മൂലമാവും. അപ്പോൾ ആ ദിവസം നോക്കി ഞാൻ ഇരുന്ന്. അപ്പോൾ ഈ പശുവിന് ഒരു കുഴപ്പവും ഇല്ല, പ്രസവവും ഇല്ല, ഒരു കുന്തവും ഇല്ലാത്തതൊക്കെ നിൽക്കുന്നു. അങ്ങനെ എൻ്റെ അമ്മായിയമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ച, റോഡിലോട്ട് പോകാൻ പോയതാ, കടയിലെങ്ങാണ്ട് പോവാ, അമ്മ ഇങ്ങോട്ടൊന്ന് വാ അമ്മ, ഈ പശുവിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒന്ന് നോക്ക്, പ്രസവിക്കാറങ്ങണായോ എന്ന്. വന്ന് നോക്കിയാൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലടി, ഇപ്പോഴൊന്നും ഒരാഴ്ചയായിട്ടൊക്കെ ഇത് കഴിഞ്ഞിട്ടൊക്കെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഈ ദിവസം പോയി എൻ്റെ മൂലവും പോയി, പിന്നെ ആ ഒരു മൂലം വരത്തില്ല. അതുമല്ല പിന്നെ 5-6 ദിവസം കഴിയുമ്പോൾ പ്രസവിക്കുമ്പം പിന്നെ മൂലം അങ്ങനെ വരുന്നത് 27 നക്ഷത്രങ്ങളല്ലേ ഉള്ളൂ. മൂലം കഴിഞ്ഞ് പിന്നെ ഒരു മാസം. എന്നാലും ഞാനപ്പോൾ മനസ്സുകൊണ്ട് ചിരിച്ച്, ഭഗവാനെ എനിക്ക് ആ ഒരു മൂലം കിട്ടത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഈശ്വരൻ്റെ ഓരോ മഹിമകൾ എന്തൊക്കെ അങ്ങനെയൊക്കെ നോക്കി ഒരുപാട് പറയാനുണ്ട്. ഇതങ്ങ് പറഞ്ഞു പോട്ടെ, ഇന്ന് നിങ്ങൾ തിരക്കത്തിൽ ഇതിൻ്റെ ബാക്കി എന്താണെന്ന്. അപ്പോൾ അങ്ങനെ അന്ന് 8 മണിക്കകത്ത് ഞാൻ അന്ന് പഞ്ചാംഗം ഇവിടെ എടുക്കും. ഇപ്പോഴും കുറച്ച് നാൾ കലണ്ടറാണ്. അപ്പോൾ ഈ മൂലനാൾ അന്ന് രാത്രി 8 മണി വരെയേ ഉള്ളൂ. അപ്പോൾ അയ്യോ, ഞാൻ സന്ധ്യയ്ക്ക് മുമ്പേ നാമമൊക്കെ ചൊല്ലി 7 മണിയായപ്പോൾ എന്നിട്ട് നാമം ചൊല്ലൊക്കെ തീരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നാമം ചെല്ലാൻ തുടങ്ങാൻ മുമ്പായിട്ട് ഇത് പിന്നെ ഭയങ്കര പെശറും ഒരു മഴയുടെ ഇല്ലാത്ത ഒരു സമയം, മഴയില്ല ആ നാളിൽ. അന്നേരം ഒരു ഇരുള് കയറി ഒരു കോളും ഒരു മഴക്കോളും, അന്നേരം ഭയങ്കര തകർത്ത് വരുന്ന കാറ്റും. അയ്യോ ഇതെന്താ ഇങ്ങനെ. അപ്പോഴും എനിക്ക് എല്ലായിടവും കഥ അടച്ച് പോയിട്ടുണ്ടേ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഗർഭിണിയായ പശുവല്ലേ, ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് നാമം ചെല്ലാം എന്ന് കരുതി. അങ്ങനെ നാമം ചെല്ലാൻ ഇരുന്നില്ല. നാമം ചെല്ലുന്ന അത് കഴിഞ്ഞ് നോക്കിയിട്ട് കഥകളെല്ലാം അടച്ച്, ബാക്കിലെ കഥയൊക്കെ അടച്ചിട്ടേ ഞാൻ നാമം ചെല്ലാതിരിക്കും. കാരണം ശ്രദ്ധ എങ്ങും പോകാതിരിക്കാൻ എല്ലായിടവും അടച്ചു പോകും. എനിക്ക് വേണ്ടുന്ന എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടേ ഇരിക്കും. എന്നാൽ പശുവിനെയും കൂടെ നോക്കിയിട്ട് വന്ന് കഥയൊക്കെ അടച്ചിട്ട് നാമം ചെല്ലാതിരിക്കുക. 7 മണി വരെയാണ് നാമം ചെല്ലക്കം. പക്ഷേ ഇത് തുടക്കത്തിലെ ഈ പ്രഷർ വന്നില്ലായിരുന്നു, ഞാനിവിടെ നാമം ചൊല്ലി പോയേനെ. അന്ന് 8 മണി വരെ ഇതുണ്ട്, മൂലനാളും ഉണ്ട്. അന്ന് വെള്ളിയാഴ്ചയാണ് താനും. എൻ്റെ മോള് ജനിച്ച തിങ്കളാഴ്ചയാണ്.
ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. നോക്കിയപ്പോൾ എന്തോ പശു പ്രസവിച്ച എന്തോ കാലോ കൈ ഏതാണ്ട് മുമ്പോട്ട് ഇങ്ങനെ വന്ന് മുമ്പോട്ട് ഇരിക്കുന്നു. ഇവിടെ ആരുമില്ല, ഞാനേ ഉള്ളൂ. അപ്പം ഭർത്താവാണെങ്കിൽ റോഡിലൊക്കെ പോയിട്ട് എങ്ങനെയായാലും 10 മണിയാകുമ്പോൾ രാത്രി വരും. അതങ്ങനെ ഒരു ഇവിടെ ഗർഭിണി ഉണ്ടെന്നോ പെണ്ണുമ്പിള്ള തന്നെയാണെന്നോ കോള് വന്നെന്നോ മഴ വന്നോ ഒരു ചിന്തയേ ഇല്ല. അന്നും ഇല്ല, ഇന്നും ഇല്ല, എപ്പോഴും ഇല്ല. സ്വന്തം കാര്യം ചിന്താബ ഇത് തന്നെയാണ്. ഞാനാണെങ്കിൽ അന്നേരം ഇവിടെയൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്നറിയാമോ? അങ്ങനെ ഞാൻ അപ്പോഴെന്ത് ചെയ്യും? എനിക്ക് വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല. ഞാൻ 100 വട്ടം ഓടും, ഭഗവാന്റെ അടുക്കലേക്ക് ഓടും, ഭസ്മം എടുക്കും, ഇതൊക്കെ എനിക്കറിയൂ. ഓടി വന്ന് ഭസ്മം എടുത്ത് ഭഗവാനെയും പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥനയൊക്കെ അറിയാവൂ, അല്ല ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അപ്പോൾ താഴെ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൻ്റെ അവിടെ ഒരു എൻ്റെ അത്രയും പ്രായമുള്ള, എൻ്റെ പ്രായം തന്നെയാ, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു 35-38 വയസ്സൊക്കെ വരും എനിക്കന്ന്. ആ കുട്ടി അതിന് ഇതൊക്കെ അറിയാം നല്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓടി ഞാൻ അവിടേക്ക് ചെന്ന്, സന്ധ്യ കഴിയുന്നു, അപ്പോൾ 7 മണിയോളം ആവാൻ പോകുന്നെന്ന് തോന്നുന്നു. അതോ അത് ഇത് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഞാൻ ചെന്ന് അപ്പം വെട്ടം ഉണ്ടായിട്ടല്ലേ ഇറങ്ങി പോയല്ലേ. അപ്പം ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് പറയാ എന്തോ അയ്യോ ഇത് അങ്ങനെ അത് മുട്ടുമ്മേ നിന്നും കൊണ്ട് എന്തോ ഇതിനെ എടുത്ത് എന്തോ പ്രശ്നം, എന്തോ വെള്ളം അങ്ങാണ്ട് ദ്രാവകം അങ്ങാണ്ട് പോയെന്നോ, അതുകൊണ്ട് പെട്ടെന്ന് ഇതിനറിയാമായിരുന്നു. ഇതിങ്ങനെ മുട്ടുമേ നിൽക്കുന്ന കണ്ടു. ഞാൻ അടുത്തോട്ട് പോയില്ല. ഞാൻ വന്ന് പിന്നെ വിളക്കിന് കിടന്ന് പ്രാർത്ഥനയാണ്. അങ്ങനെ ഇവരങ്ങ് എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ തോന്നി, അന്നേരം ഇതൊന്നും ചിന്തിക്കുക, അയ്യോ മണി 8 വരെ ഉണ്ടാ, 7 മണി ആയുള്ളൂ കറക്റ്റ്. മൂലവും കിട്ടി, വെള്ളിയും കിട്ടി. 2 പശുക്കുട്ടികളും പെൺകുട്ടികളായിരുന്നു. 2 പേർക്കും പശുക്കുട്ടികൾ വെള്ളിയാഴ്ച നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളിയും മൂലവും. എൻ്റെ മോള് തിങ്കളാഴ്ചയുള്ളതാണ് മൂലം. അങ്ങനെ ഞാൻ ആ മൃഗങ്ങൾ എപ്പോഴും നമ്മളെ കൂടെ നിൽക്കത്തില്ല. എന്നാൽ അന്നത്തെ ഒരു മോഹം, എൻ്റെ ഒരു മോഹം. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട്. കാരണം എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നറിയുമ്പോൾ ആ പറഞ്ഞ വാക്ക്, ഭഗവാനെ എനിക്ക് ഒരു മൂലം വന്നല്ലോ പശുക്കുട്ടി, അപ്പോൾ 2 മൂലം, ഒരു മനുഷ്യക്കൊച്ചും ഒരു മൃഗം. ഇനി ഒന്നുകൂടെ പ്രസവിക്കാതെ ഒരു മൂലവും വെള്ളി ആവണേ, പെൺകുട്ടി ആവണേ. സൂക്ഷം 2ഉം പെൺകുട്ടിയായിരുന്നു. എൻ്റെ മോളും പെൺകുട്ടിയായിരുന്നു. എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ആവട്ടെ, പിന്നെ പശുക്കളെ വളരെ നമ്മൾ വിൽക്കുമല്ലോ. അങ്ങനെ എന്തായാലും അങ്ങനെ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന കണ്ണനാ. ഒരിക്കലും അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യം. എൻ്റെ അമ്മയുടെ മരണമൊക്കെ ഞാനാ മുമ്പേ, 1 മാസത്തിന് മുമ്പേ അമ്മയ്ക്ക് മരണമുണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇതുപോലെ അത് ആ മേടമാസത്തെ ഒരു കുടുക്കം അത് പറഞ്ഞപ്പോൾ പിറ്റേ മാസം ഇടവ 4 അമ്മയുടെ യാത്ര. അതും ഞാൻ നേരത്തെ കൂട്ടി അമ്മയടുത്ത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് അന്നത്തെ കാലം അത്ര ശക്തിയായിട്ടുള്ള പ്രാർത്ഥനയും 7 നേരമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകതയായിരുന്നു. എപ്പോഴും എനിക്ക് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെ ഏകാദശി വ്രതം പിടിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എൻ്റെ പ്രായത്തിനൊത്ത് തന്നെയൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ കർമ്മങ്ങളാണ്. ഇപ്പോൾ ഞാൻ കർമ്മം ചെയ്യുക. ഇവിടം വരെ ആയിരുന്നു, ഒരു പിടിയും കിട്ടിയില്ല. സമയം ഒത്തിരി അങ്ങ് പോയി. ഒന്നും പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയി. ഇത് കേൾക്കണ്ടേ മക്കളെ? ഇതൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. കാരണം ഈശ്വരൻ്റെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണ്ടോ സമയം പോയി. അങ്ങനെ ജനന മരണങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഓർമ്മ വേണം. ഞാനിപ്പം വയസ്സ് ഇത്രയായി, വയസ്സ് എനിക്ക് 71 കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ജരാ നരയൊക്കെ വന്നു. ഭഗവാനെ എന്നെ, അപ്പം നമ്മൾ എത്രയോടെ ഈശ്വരനോട് അടുക്കണം. അടുത്തടുത്തടുത്തടുത്ത് അവസാനം ദേഹം പിരിയുമ്പോൾ ലയിച്ചങ്ങ് പോകണം. അതിനുമ്പോൾ നമ്മൾ ലയിച്ചെങ്കിലേ അങ്ങനെ വരത്തുള്ളൂ. സമയത്ത് കിട്ടുന്ന അല്ലത്, സമയത്ത് കിട്ടത്തില്ല. അതിന് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ കർമ്മം ചെയ്ത് വെച്ചേക്കണം. ഇപ്പോഴും എപ്പോഴും അത് ലയം ഉണ്ടായെങ്കിലേ ആ സമയത്ത് ലയിച്ച് പോകാൻ പറ്റൂ. അതുകൊണ്ട് അനഹങ്കാരത്വേന സമഭാവന, നമുക്കുള്ള ഉള്ളിൽ അഹങ്കാരം ഇല്ലാതെ സമഭാവനയോടും സർവാത്മാവാകും എങ്കൽ ഉറച്ച മനസ്സോട്, പരമാത്മാവിൽ തന്നെ ഉറച്ച മനസ്സോട്. ഇവിടെ ശ്രീരാമ ഭഗവാൻ പറയുന്നു എങ്കൽ, ലക്ഷ്മണ എങ്കൽ. അത് എങ്കൽ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ആണ് ശ്രീരാമൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ എന്നിൽ ഉറച്ച മനസ്സോട്, അത് പരമാത്മാവിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യം ഇത് ജപത്തോടും. എപ്പോഴും രാമാർഗ, രാമ 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 രാമ. എപ്പോഴും ആ രാമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാകും. ആ ഒരു അനുഭൂതി നമുക്കുണ്ടാണെങ്കിൽ നമ്മുടെ ഉള്ള അത്ര പ്രകാശിക്കണം. അങ്ങനെ എന്താ സർവദാ എപ്പോഴും രാമരാമേത്യ ഇതി ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും. നമുക്ക് പുത്രനെന്നോ ഭാര്യയെന്നോ ധനമെന്നോ അർത്ഥം, അതായത് വീടെന്നോ ഉള്ള സ്നേഹത്തിലെല്ലാം കുറവ് വരും, സ്നേഹം ഇല്ലാതെ വരും. ആ ഒരു സമയം അങ്ങനെ വരുമ്പോൾ, കാരണം എല്ലാം ഒന്നായിട്ട് കാണുമ്പം എല്ലാവരോടും ഒരു മമത ഇല്ലാത്തൊരു സ്നേഹം.
എൻ്റേന്നുള്ള മമത ഇല്ലാതെ എല്ലാം തുല്യമായി കാണും. ആരെ കണ്ടാലും ഏത് കുട്ടികളായാലും എൻ്റെ കുട്ടികളായെന്ന നല്ല പ്രത്യേകത ഇല്ലാതെ സർവ്വ ജീവജാലങ്ങളെല്ലാം ഈശ്വരനായി കാണാനും എല്ലാം ഒന്നുപോലെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു സ്നേഹം ഇല്ലാത്ത ഒരു രീതി അതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വന്നാൽ അന്യ കൊച്ചുങ്ങളായാലും എൻ്റെ കൊച്ചുങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് പുത്രധാരാർത്ഥാദിഷു പുത്രനും ഭാര്യയും ഭർത്താവോ മക്കളോ പിന്നെ അർത്ഥങ്ങളോ ഇതിലെല്ലാം നിസ്നേഹം, എൻ്റെ വീടുള്ള സ്നേഹമില്ല, എൻ്റെ ധനമെന്നുള്ള സ്നേഹമില്ല, എല്ലാം ഒന്നുപോലുള്ള മനസ്സേ കാണൂ, എല്ലാവരെയും ഒന്നായി കാണാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ട് നിസ്നേഹത്വം എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മ. അതുകൊണ്ട് മനുഷ്യത്വം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. മനുഷ്യത്വമൊക്കെ ഉണ്ട്, പക്ഷേ മമതയില്ലാത്ത സ്നേഹം, അതായത് സ്നേഹമില്ല. അത് തന്നെ ചെയ്ത് സക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരുന്നത്, ഒന്നിലും സക്തിയില്ല. എൻ്റേതെന്നുള്ള ഇത് ഇത് ഈ പുസ്തകം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് ആരും എടുക്കാൻ സമ്മതിക്കുകയില്ല, കാരണം നമുക്ക് അത്ര സൂക്ഷ്മത്തോടെ എടുക്കാം. അപ്പോൾ അത് സക്തിയല്ലേ. അതുപോലെ എൻ്റേതെന്നുള്ളൊരു ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് കൊടുക്കാത്ത ഒരു ശക്തിയുണ്ട്. അത് എൻ്റെ കുഞ്ഞാണ്, നിങ്ങളതിനെ തൊടാൻ പോയി, നിങ്ങൾക്കുള്ള ഇത് എൻ്റെ കുട്ടിയാലേ, ഇത് എൻ്റെ ഭാര്യ, നിങ്ങളതിനാ ഭാര്യത്ത് സംസാരിക്കാൻ പോയി, ഇതൊക്കെ ആണ് ശക്തി. അപ്പോൾ എൻ്റെയുള്ള ആ ശക്തി ഇല്ലാതെ, അപ്പോൾ ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. അപ്പോൾ ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും അത് തുല്യ സ്വഭാവം, തുല്യ മനസ്സായിരിക്കണം. കാരണം ഇവിടെ ഒരാളിപ്പോൾ ഒരാളുടെ ഇഷ്ടക്കേട് പറഞ്ഞാലും ഇഷ്ടം കൊടുത്താൽ ഇഷ്ടമായിട്ടുള്ളത് ചെയ്തു കൊടുത്താലും സമഭാവന. ഒരാൾ എനിക്ക് നന്മ ചെയ്ത് തന്നു എന്നുമില്ല, ഒരാൾ ദുഷ്ടത്തരം ചെയ്തെന്ന് അതുമില്ല. രണ്ടിലും ഒരേ മനസ്സോടുകൂടി സന്തുഷ്ടൻ നല്ല മനസ്സോടുകൂടി തന്നെ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. ഇപ്പം ഞാൻ ഈ വസിക്കുന്നത് പോലെ എനിക്കൊരു പ്രത്യേക രീതിയിൽ ഞാനിവിടെ വസിക്കുന്നു, അത് ശുദ്ധസ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്കിപ്പം വനത്തിലൊന്നും പോകാൻ പറ്റത്തില്ല, ഇങ്ങനൊരു പ്രത്യേക ഒരു സ്ഥലം വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. ഇതൊക്കെ ഈശ്വരൻ തന്നെ നമുക്ക് തന്നെങ്കിലേ പറ്റൂ, അല്ലാതെ നടക്കത്തില്ല. ഭഗവാനും കൂടെ നമുക്ക് അതിന് ഒത്തു നിന്നെങ്കിലേ ഇങ്ങനെ നമ്മൾ വിചാരിച്ചാലേ നടക്കത്തില്ല. ഈശ്വരനും കൂടെ അതിന് നമ്മൾ അത്രത്തോളം ഭഗവാൻ അഭയം വരുമ്പോൾ ഭഗവാൻ അതിൻ്റെ വഴി തന്നിരിക്കും. അതാ ഭഗവാൻ അതിൻ്റെ വഴി നേരെ തെളിച്ചു തരും. അത് ഈശ്വരൻ്റെ കടമയാണ്, നമ്മളങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി. പ്രാകൃത ജനങ്ങൾ വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതി ഈ ലോക ജീവിതത്തിൽ കിടക്കുന്ന കുറേ ഡംബ് അഹങ്കാരം ഇങ്ങനെയുള്ള പ്രാകൃതന്മാരുണ്ട്, ഒരറിവില്ലാത്ത അജ്ഞാനികളുണ്ട്. അവരെ കൂടെ ഈ ശുദ്ധാത്മാക്കളെന്ന് പറഞ്ഞാൽ ഭക്തന്മാർ അവരുമായിട്ട് ചേരാൻ പറ്റുകയില്ല. അത് ദുർജനങ്ങളുടെ കൂടെ സജ്ജനങ്ങൾ ചേർന്ന് അവരുടെ കൂടെ ആയിപ്പോവും നമ്മൾ. അതുകൊണ്ട് പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി. പരമാത്മാവിനെ തന്നെ ചിന്തിച്ച് തൽപരനാകണം. ഈശ്വരനുമായിട്ടുള്ള താല്പര്യമാണ് നമുക്ക് ആവശ്യം ഒരു ഭക്തന്. അത് അങ്ങനെ തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്യണം. നമ്മൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിട്ട് അവലോകനം ചെയ്താൽ ഇതെന്താണ്, ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ഇതിപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എനിക്കിതിന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഇത് ഞാൻ അവലോകനം ചെയ്താൽ മനസ്സിലാക്കുന്നത്. അതുപോലെ മക്കളെ നിങ്ങൾ ഇത് അവലോകനം ചെയ്യണം. ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചെവിയുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റും. ഇതൊന്ന് കേട്ടിട്ട് ഇത് കളഞ്ഞിട്ട് നാളെ എൻ്റെ അമ്മ വേറെ എനിക്ക് ഇട്ട് തരും, അത് കേൾക്കാം, ഇതങ്ങ് കളയും. പക്ഷെ കളഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? അത് അവലോകനം ചെയ്യാത്ത നമ്മൾ അയവിറക്കണ്ടേ? നിങ്ങൾക്കത് കേട്ടിട്ട് നിന്ന് അയവിറക്കിയാൽ മതി. പക്ഷേ ഞാനിത് അവലോകനം ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഉള്ളത്. അപ്പോൾ വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ല കർമ്മങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. അതെല്ലാം പരമാത്മാവിൽ അർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. അപ്പോൾ നമുക്ക് അറിവ് നമ്മുടെ ഉള്ളിൽ തനിയെ വരും, അകതാരിൽ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാം ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കും, ഉള്ളിൽ ആക്കിത്തരും. എന്താണ്? ഇതുപോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ധ്യാനം ചെയ്ത് ഒരു യോഗിയാവാനുള്ള ഒരു എന്താ പറയുക ഒരു ഉപദേശമാണിത്. ഇത് ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണൻ കൊടുത്ത ഉപദേശമാണ്. അജ്ഞാനം മാറി യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ ഈ ലോക ചിന്തയിൽ നിന്ന് പരമാത്മ ചിന്തയിലേക്ക് പോകാനുള്ള ഒരു വഴിയാണിത്. ഇതാണ് യഥാർത്ഥ ഉപദേശം. ഇത് നിങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ എല്ലാവർക്കും പിന്നെ എടുത്തെടുത്ത് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇത് മനസ്സിലാക്കി ഇതുപോലെ ആയിത്തീരണം.
അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ആവും. നമ്മളും എങ്കിൽ തന്നെ ഉറച്ച മനസ്സാകും. നമ്മൾ തന്നെയാണ് ഈ ശ്രീരാമ ഭഗവാന്റെ ആ പരമാത്മാവ് നമ്മൾ തന്നെ അങ്ങ് ആകും. അതാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ വെക്കണമെന്നില്ല, കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കണമെന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലായ പിന്നെ നമ്മൾ തന്നെ ആ ഫോട്ടോ. അപ്പം അതാണ് ഗുരുദേവൻ കണ്ണാടി വെച്ച് കാണിച്ചത്. നമ്മൾ തന്നെയാണ്, അല്ലാതെ വേറെ ഒരു വിഗ്രഹത്തിലോ. അതൊക്കെ ഇത് 1-ാം പാഠം LKG UKG ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മളെ ബാക്കി നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഒരു ആൾ മനസ്സിലാക്കുന്നത് വിളക്കത്തിപ്പം വിഗ്രഹം വെക്കാതെ ഇരിക്കുമോ? കാരണം ബാക്കിയുള്ളവരത് കണ്ടല്ലേ പഠിക്കുക. LKG UKG മരങ്ങളും തെങ്ങും മരങ്ങളൊക്കെ കണ്ട് പടം കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇന്നാര് അവിടെ അമ്മാമ്മയുടെ അടുക്ക ചെന്നാൽ അമ്മാമ്മയ്ക്ക് വിളക്കത്തിപ്പും ഇല്ല, പിന്നെ വിഗ്രഹം വെപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പം അതുപോലെ ആയിപ്പോകത്തില്ല. ആ കുട്ടികൾ അത് കണ്ടല്ലേ പഠിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വേണം, എന്നാലേ വരും തലമുറ അത് കണ്ട് പഠിച്ചിട്ടാണ് മുമ്പോട്ട് വരുന്നത്. ആദ്യം LKG UKG 1, 2, 3 പഠിക്കുന്നത്. അതൊക്കെ ഇതിൽ കൂടെ തന്നെ അമ്പലം വേണം. ഇതൊക്കെ അമ്പലത്തിൽ പോകുക, പൂജ നടത്തിക്കുക, ഇതൊക്കെ ആദ്യ ചുവടുകളാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്നെല്ലാം നമ്മൾ മേലോട്ട് പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് അടുത്ത ഇന്ന് പറഞ്ഞതുകൊണ്ട് ഒത്തിരി സമയം പോയി. ഹരി ഓം ഹരി ഓം ഹരി ഓം.